സംവിധായകൻ രഞ്ജിത്തിന് 10-ാം ദിവസം ജാമ്യം ലഭിച്ചു. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് 10 ദിവസം കഴിഞ്ഞപ്പം രഞ്ജിത്തിന് ജാമ്യം കൊടുത്തത്. 5 വർഷം വരെ ശിക്ഷ വരാവുന്ന കേസാണ് രഞ്ജിത്തിൻ്റെ മേൽ ചാർത്തിയിട്ടുള്ളത്. കോടതിയുടെ നിരീക്ഷണത്തിൽ ജാമ്യം കൊടുക്കാൻ കാരണം രഞ്ജിത്തിൻ്റെ ആരോഗ്യസ്ഥിതി, രഞ്ജിത്തിൻ്റെ പ്രായം, പിന്നെ സാമൂഹ്യ ബന്ധമുള്ള ഒരു വ്യക്തി, പ്രശസ്തനായ സംവിധായകനൊക്കെയാണ്. എന്തായാലും പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്നാണ് കോടതി പറഞ്ഞത്. എങ്കിലും ആരോഗ്യസ്ഥിതിയും പ്രായവും കണക്കാക്കി, അദ്ദേഹത്തിൻ്റെ സാമൂഹിക ബന്ധങ്ങളുമൊക്കെ കണക്കാക്കി കോടതി ജാമ്യം കൊടുത്തു. 10 ദിവസം ജയിലിൽ കിടന്നു. മാർച്ച് 31 വൈകിട്ടാണ് രഞ്ജിത്തിനെ അറസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹം കോട്ടയത്ത് നിന്ന് കട്ടപ്പനയ്ക്ക് പോകുന്ന വഴിക്ക് തൊടുപുഴ വെച്ച് രഞ്ജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ഇടുക്കി SP-യുടെ സഹകരണത്തോടെ. പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അന്വേഷണത്തെ സഹായിക്കണം. സിനിമാ ഫീൽഡും മറ്റ് ധാരാളം ആൾക്കാരുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് തെളിവ് നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ ഒന്നും പോകാൻ പാടില്ല. കൃത്യമായ ഇൻസ്ട്രക്ഷൻ കോടതി കൊടുത്തിട്ടുണ്ട്. രഞ്ജിത്ത് കുറ്റം നിഷേധിച്ചു. ജനുവരി 26, 2026 സംഭവം അത് മാർച്ച് വരെ പറഞ്ഞില്ല. പിന്നീട് മാർച്ചിലാണ് അവസാനത്തോടെയാണ് പോലീസ് പരാതിപ്പെടുന്നത്. രഞ്ജിത്തിൻ്റെ വാദഗതി ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ കുറ്റസമ്മതമൊന്നും പോലീസ് നടത്തൂല, പക്ഷേ അന്വേഷണത്തെ സഹകരിക്കും. താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും താൻ ആ കുറ്റം സമ്മതിക്കില്ല, താൻ നിരപരാധിയാണ്, കുറ്റം ചെയ്തിട്ടില്ല. അത് തന്നെയല്ല, ഈ പെൺകുട്ടി സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ ജനുവരി 2026 മുതലാണ്. പല സന്ദർഭത്തിലും കുട്ടി അഭിനയത്തിൽ തെറ്റുകൾ കാണിച്ചു. അഭിനയ ചാതുരിയും അഭിനയ വൈഭവം അധികം ഉള്ള കുട്ടിയല്ല. പല സന്ദർഭത്തിലും വഴക്ക് പറഞ്ഞു. കൂടാതെ ഷൂട്ടിംഗ് പുരോഗമിച്ചു. പല ഷോട്ടുകളും പിന്നീട് കട്ട് ചെയ്യേണ്ടി വന്നു, റിമൂവ് ചെയ്യേണ്ടി വന്നു. കുട്ടിയുടെ അഭിനയം മികവുറ്റതല്ല, അതുകൊണ്ട് ശകാരിക്കും, വഴക്ക് പറയും, ഇന്ന പോലെ അഭിനയിക്കുക എന്നൊക്കെ താൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താൻ ആ കുട്ടിയെ പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ആ കാരമുള്ളിൽ നിന്ന് കുട്ടി പുറത്ത് ഇറങ്ങിയത് കരഞ്ഞുകൊണ്ടാണ്. കുട്ടിയെ പീഡിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമാകാം, വഴക്ക് പറഞ്ഞുകൊണ്ടാകാം. അത് രഞ്ജിത്തിൻ്റെ വാദഗതി. അത് തീർച്ചയായിട്ടും അത് തെളിയിച്ചു കഴിഞ്ഞാൽ ആ രഞ്ജിത്തിന് ഈ കേസിൽ നിന്ന് മോചനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ഡിഫൻസ് നല്ല സ്ട്രോങ് ആണ്. 3 മാസത്തോളം ഷൂട്ടിംഗ് സ്ഥലത്തുണ്ടായിരുന്ന പെൺകുട്ടി. അവളുടെ അഭിനയത്തിന് വലിയ മികവില്ല, തനിക്ക് ഒത്തിരി നഷ്ടം വന്നു. പല ഷോട്ടുകൾ റീടേക്ക് എടുക്കേണ്ടി വന്നു, പല ഷോട്ടുകളും അത് കട്ട് ചെയ്ത് മാറ്റേണ്ടി വന്നു. ചിത്രീകരണം ഏകദേശം പൂർത്തിയാകാറായപ്പം കുറേ ഷോട്ടുകളെല്ലാം വെട്ടിക്കളയേണ്ടി വന്നു. ഇതൊക്കെ അദ്ദേഹത്തിന് ഭീമമായ നഷ്ടമുണ്ടായെന്നുള്ള രീതിയിലും അഭിനയ ചാതുരി കുട്ടിക്ക് അധികം ഇല്ല എന്നും അങ്ങനെ വഴക്ക് പറഞ്ഞപ്പോൾ കുട്ടി കരഞ്ഞു. അതുകൊണ്ടാണ് ആരുടെയോ സ്വാധീനത്തിൽപ്പെട്ട് 2-3 മാസം കഴിഞ്ഞപ്പം ജനുവരി മാസത്തിലെ അവസാനം ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് കാരവളി വെച്ച് പീഡിപ്പിച്ചു എന്ന ആരോപണം കൊണ്ടത്. എന്തുകൊണ്ടാണ് 2-3 മാസം വെയിറ്റ് ചെയ്തത്? അതാണ് രഞ്ജിത്തിൻ്റെ ആ വാദഗതി. ഏതായാലും കുറ്റം സമ്മതിച്ചുകൊണ്ടുള്ള പോലീസിന് മുമ്പിൽ താൻ അന്വേഷണത്തിന് സഹകരിക്കില്ല എന്ന് കോടതി പറഞ്ഞു. അന്വേഷണം സഹകരിക്കും എന്ത് ചോദിച്ചാലും അതിനും എപ്പം വിളിച്ചാലും അവിടെ ചെല്ലും, അവരുടെ ചോദ്യത്തിന് മറുപടി പറയും. കുറ്റം സമ്മതിച്ചുകൊണ്ടുള്ള ഒരു മറുപടി ഒരിക്കലും പോലീസ് പ്രതീക്ഷിക്കേണ്ട. താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് സംവിധായകൻ രഞ്ജിത്തിൻ്റെ വാദഗതി. മാർച്ച് 31 തൊടുപുഴയിൽ വെച്ചാണ് അറസ്റ്റുണ്ടായത്. ഒളിവിൽ പോകാൻ സഹായിച്ചെന്ന് ആരോപിച്ച ശാലിനി എന്ന അസിസ്റ്റൻറ്റ് ഡയറക്ടറും പോലീസ് ചോദ്യം ചെയ്തു. അവരെ എന്നിട്ട് വിട്ടയച്ചു. നടൻ കട്ടപ്പനക്കാരൻ ബോബി കുര്യൻ്റെ വീട്ടിൽ പോകാനാണ് താനും അസിസ്റ്റൻറ്റ് ഡയറക്ടറും നടനുമായി കോട്ടയത്ത് നിന്ന് തൊടുപുഴ വഴി കട്ടപ്പനയ്ക്ക് പോകാൻ ശ്രമിച്ചത് എന്നാണ്. ഏതായാലും ശാലിനിയെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്.
ബോബി കുര്യൻ എന്ന നടനെ ചോദ്യം ചെയ്തിട്ടില്ല. ഇനി അയാളെ ചോദ്യം ചെയ്യാനുണ്ട്. ഒളിവിൽ പോകാൻ അവർ സഹായിച്ചു എന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. നടൻ ബോബി കുര്യൻ്റെ കട്ടപ്പനയിലെ വസതിയിലേക്ക് പോവുകയായിരുന്നു താനും അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ശാലിനിയും. ആ സമയത്താണ് പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി. മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ ശ്രേഷ്ഠനായ ഒരു വ്യക്തി തന്നെയാണ്, ഒരു സംവിധായകൻ തന്നെയാണ് രഞ്ജിത്ത്. കഴിഞ്ഞ ദിവസം മറ്റൊരു നടനായ വിനായകൻ ഒരു കാര്യം പറഞ്ഞത് അത് രഞ്ജിത്തിനെതിരായിട്ട് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ചില ഭാവനകളൊക്കെ അത് അതിരുകടന്നതാണ്. അദ്ദേഹം ഒരു ആനയുടെ തുമ്പിക്കൈ കിടന്ന് ഒരു സ്ത്രീ മലന്ന് കിടന്ന് ചില ഷോട്ടുകൾ ചെയ്യാൻ, ലൈംഗികമായ ചില ഷോട്ടുകൾ എടുക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് ഈ രഞ്ജിത്തെന്നും അത് ഒരു ഭാവനയെന്ന് നമുക്ക് പറയാമല്ലോ, വൈകൃതമായ ഭാവനകളാണ്. എങ്കിലും രഞ്ജിത്തിൻ്റെ പല സിനിമകളും മലയാള പ്രേക്ഷകരെ അംഗീകരിച്ചിരിക്കുന്ന സിനിമകളാണ്. വലിയ നല്ല കഥാപാത്രങ്ങൾ അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മോഹൻലാലിനെ ഉപയോഗിച്ച് പല കഥാപാത്രങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. മമ്മൂട്ടിയെ ഉപയോഗിച്ചിട്ടും പ്രാഞ്ചിയേട്ടനുള്ള കഥാപാത്രമൊക്കെ നമുക്കറിയാം. നല്ല ഭാവനയുള്ള ഒരു വ്യക്തി തന്നെയാണ് രഞ്ജിത്ത്. നല്ല സിനിമാ രംഗത്ത് നല്ല അറിവും ഓരോ ഷോട്ടിനെ പറ്റി നല്ല ബോധവും ഓരോ കഥകളും ഓരോ മെനഞ്ഞുണ്ടാക്കുമ്പോഴും അതിലൊക്കെ സിനിമാറ്റിക്കായ പല രംഗങ്ങളും സൃഷ്ടിക്കാനും ആ ആസ്വാദകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കാനും ആ ക്യാരക്ടർ അവരുടെ മരണം വരെ അവരുടെ മനസ്സിൽ കൊണ്ടു നടക്കാനും കഴിയുന്ന രീതിയിലൊക്കെ മലയാള സിനിമയെ പരിപോഷിപ്പിച്ചിട്ടുണ്ട് രഞ്ജിത്ത്. അത് നമുക്ക് മറക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പോഴത്തെ ആരോപണം തെറ്റെങ്കിൽ തീർച്ചയായിട്ടും രഞ്ജിത്തിന് നീതി ലഭിക്കട്ടെ. രഞ്ജിത്ത് കുറ്റം സമ്മതിച്ചിട്ടില്ല. രഞ്ജിത്തിൻ്റെ മെയിൻ വാദഗതി മാർച്ചിലുണ്ടായ സംഭവം അത് ജനുവരി 2026 ഉണ്ടായി എന്ന് ആരോപിക്കപ്പെടുന്ന സംഭവം മാർച്ച് അവസാനമാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ സംഭവം മാർച്ച് 31 അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത ശേഷം ഇപ്പോഴും അദ്ദേഹം 10 ദിവസം കഴിഞ്ഞ് ജയിൽ വിമോചനായി അദ്ദേഹം ജാമ്യത്തിലിറങ്ങി. എന്തായാലും കേസിൻ്റെ അന്വേഷണം എറണാകുളം ടൗൺ പോലീസ് നടത്തി കുറ്റച്ചാർജ് കൊടുക്കട്ടെ. അതിനുശേഷം കോടതിയിലെ വാദഗതികൾ വരുമ്പം എന്താണ് പോലീസ് കുറ്റച്ചാർജ് പറഞ്ഞിരിക്കുന്നത്, ഏത് രീതിയിലുള്ള കുറ്റമാണ് എന്ന് അന്ന് മാത്രമേ നമുക്കത് വെളിവാകാൻ ഒക്കുള്ളൂ. അന്വേഷണം എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ, അവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്.